ിക്കട്ടെ. നമ്മൾ തമ്മിൽ മുമ്പ് കണ്ടിട്ടില്ലെങ്കിലും ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവിൽ ഒരുമിച്ച് കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള ആ വലിയ ബന്ധത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളെല്ലാവരും കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേർതിരിവുകളൊന്നുമില്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് സ്വർഗത്തിൽ കർത്താവിനോടൊരുമിച്ച് ആയിത്തീരുവാനായിട്ട് ഉള്ളവരാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വിലയേറിയ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിൻ ദാസനെ ഓർപ്പിച്ച പോലെ തൻ്റെ സഹോദരനെ ചില ദിവസങ്ങളൊക്കെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീക ബന്ധം നൽകിയിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇടുക്കിയിലേക്ക്, അതായത് ഈ ഹൈ റേഞ്ചിലേക്ക് വരുന്നത് ആദ്യമായിട്ടാണ്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. കർത്താവ് ഇങ്ങനെ ഒരു നല്ലൊരു അവസരം നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ മനോഹരമായിട്ടുള്ള ഈ ഭൂപ്രകൃതി, മനോഹരമായിട്ടുള്ള കാലാവസ്ഥ, അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ കർത്താവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദർശനപ്രകാരം നേപ്പാളിലും നോർത്ത് ഇന്ത്യയുടെ ചില പ്രദേശങ്ങളിലുമൊക്കെ സഭാസ്ഥാപന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 10 സ്ഥലത്ത് ഇപ്പോൾ നമുക്ക് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആ പ്രവർത്തനങ്ങളെ ഓർത്ത്, അതുപോലെ ഞങ്ങളെ കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. തുടർന്ന് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഞാൻ വലിയൊരു ഉണർവ് പ്രസംഗനോ ഒന്നുമല്ല. ഞാൻ വളരെ ശാന്തമായിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിൻ്റെ ചില കാര്യങ്ങൾ ചിന്തിച്ച് മുൻപോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവവചനത്തിലേക്ക് കടന്നു വരാം. ഇന്ന് പകലിൽ നമുക്കൊരുമിച്ച് ചിന്തിപ്പാനായിട്ട് എൻ്റെ ഹൃദയത്തിൽ താല്പര്യം തോന്നിയതായ ഒരു ദൈവവചന ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 12-13 വാക്യങ്ങൾ. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ, മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവിൻ. എബ്രായ ലേഖന കർത്താവ് ദൈവമക്കൾക്ക് എഴുതുന്ന ആ അനുഗ്രഹിക്കപ്പെട്ട ലേഖനത്തിൻ്റെ ഏകദേശം അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ താൻ രേഖപ്പെടുത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവമക്കളോട് ഓർപ്പിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മളവിടെ വായിച്ചത്. അവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലുകളും നിവർത്തുവിൻ, മുടന്തുള്ളത് ഉളുക്കിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളുടെ മുമ്പിലെ പാത നിരത്തുവിൻ. അപ്പോൾ നിങ്ങളുടെ മുമ്പിലെ പാത നിരത്താനായിട്ടും കുഴഞ്ഞ കൈകളും തളർന്ന മുഴങ്കാലുകളും നിവർത്തുവാനായിട്ടും ആ ലേഖനകർത്താവ് ദൈവമക്കളെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം കുഴഞ്ഞ കൈകളും തളർന്ന മുഴങ്കാലുകളും, അല്ലെങ്കിൽ എങ്ങനെ അവിടെ വായിച്ച തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലുകളും നിവർത്തണം എന്ന് പറഞ്ഞാൽ അവിടെ കൈകൾ ഇപ്പം എങ്ങനെയായിരിക്കുകയാണ്? തളർന്നിരുത്തുകയാണ്. അവിടെ മുട്ടുകൾ എങ്ങനെയായിരിക്കുകയാണ്? കുഴഞ്ഞിരുത്തുകയാണ്. ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ കുറച്ചുകൂടെ രസകരമായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. അവരുടെ കൈകൾ ഒരു പ്രയോജനവുമില്ലാതെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക, സ്വാധീനമില്ലാത്ത പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക ചെയ്യുന്നത്. അങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കൈകളും കുഴഞ്ഞിരിക്കുന്ന ഒരു പ്രയോജനവുമില്ലാതെ ക്ഷീണിച്ച് തളർന്നിരിക്കുന്ന കാൽമുട്ടുകളും നിങ്ങൾ എന്ത് ചെയ്യണം? നിവർത്തണം. എന്നിട്ട് മുടന്തുള്ളത് ഉളുക്കിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളുടെ മുമ്പിലെ പാത എന്ത് ചെയ്യണം? നേരെയാക്കണം. ഇന്ന് പകലിൽ നമ്മുടെ ആത്മീക ജീവിതവുമായിട്ട് നമുക്ക് ഈ ഭാഗത്തെ ഒന്ന് തട്ടിച്ചു നോക്കിയിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മുടെ ആത്മീക ജീവിതത്തിലെ നമ്മുടെ കൈകൾ ഇന്ന് പകൽക്കാലം ഒരു പ്രയോജനവുമില്ലാതെ തൂങ്ങിക്കിടക്കുകയാണോ? ഞാൻ പറഞ്ഞത് സഭായോഗത്തിന് വരുമ്പോൾ പാട്ടുപാടുകയും കൈയടിക്കുകയും ഹല്ലേലൂയ പറയുകയും ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ആത്മീക ജീവിതത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റർത്ഥത്തിൽ പറഞ്ഞാൽ, ഞാനിന്ന് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഈ സഭാഹോളിനകത്ത് നിവർത്തിക്കപ്പെടേണ്ട കാര്യങ്ങളല്ല, ഇതിന് പുറത്തുള്ള കാര്യങ്ങളാണ്. അപ്പം ഇവിടുന്ന് പുറത്തു പോയി കഴിയുമ്പോൾ നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമ്മുടെ കൈകളും കാലുകളും പ്രയോജനപ്പെടുന്ന രീതിയിലാണോ ആയിരിക്കുന്നത്? നമ്മുടെ മുഴങ്കാലുകൾ അല്ലെങ്കിൽ നമ്മുടെ കാലുകൾ അത് നിവർത്താനായിട്ട്, കൈകൾ നിവർത്താനായിട്ട്, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ ദൈവത്തിന്റെ വചനം നമ്മോട് അതാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ തന്നെ അവിടെ പറയുന്നു, മുടന്തുള്ളതിനി എന്ത് ചെയ്യരുത്?
ഉളുക്കി പോകാതിരിക്കേണ്ടതിന് നിങ്ങളുടെ മുമ്പിലെ പാത എന്ത് ചെയ്യണം? നേരെയാക്കണം. അപ്പം ഇപ്പൊ ഓൾറെഡി എന്തുണ്ട്? മുടന്തുണ്ട്. ഇനി അതെന്ത് ചെയ്യരുത്? ഉളുക്കിയും കൂടെ പോകരുത്. നമുക്കറിയാം, മുടന്തുള്ളവര് ഇപ്പം ഈ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോട്ടിൽ കൂടെ മുടന്തും വച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിലേ കാലിന് സ്വാധീനമില്ല, അറിയാതെ ഏതെങ്കിലും കുഴിയിലെങ്ങാനും ചാടിക്കഴിഞ്ഞാൽ കാല് പിന്നെ എന്തുകൂടെ ചെയ്യും? ഉളുക്കുകയും കൂടെ ചെയ്യും. പിന്നെ ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല. അങ്ങനെ ഉണ്ടാകാതിരിക്കേണ്ടതിന് നിങ്ങളുടെ പാത നിങ്ങൾ എന്ത് ചെയ്യണം? നിരത്തണം. അതായ എബ്രായലേഖനകർത്ത അവിടെ പറയുന്നത്. ഓക്കെ, നമ്മൾ ആ ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ അതൊന്ന് വിശദീകരിച്ച് ഒന്ന് ചിന്തിച്ച് ഞാനിന്ന് പകൽക്കാലം എൻ്റെ സന്ദേശം അവസാനിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. ഇവിടെ എബ്രായലേഖനകർത്താവ് ഈ ദൈവമക്കൾക്ക് ലേഖനം എഴുതുന്നതിൻ്റെ പുറകിൽ പ്രധാനപ്പെട്ട ചില ഉദ്ദേശങ്ങളുണ്ട്. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്നുള്ളത്, ഈ ദൈവമക്കൾ അവര് കർത്താവിനെ അനുഗമിക്കുവാൻ, കർത്താവിനെ സേവിക്കുവാനായിട്ട് തുടങ്ങിയിട്ട് ചില വർഷങ്ങളായി. അതിനു മുമ്പ് അവർ യഹൂദ വിശ്വാസികളായിരുന്നു. അവിടെ അവർക്ക് നല്ലൊരു ദേവാലയവും വിശേഷ വസ്ത്രങ്ങൾ ധരിച്ച പുരോഹിതന്മാരും വർഷത്തിൽ പല പെരുന്നാളുകളും ആഘോഷങ്ങളും യാഗങ്ങളും ഇങ്ങനെ പല പരിപാടികൾ അവിടെ അവർക്കുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം വിട്ടുകളഞ്ഞിട്ട് അവർ ദൈവസഭയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഇങ്ങനത്തെ വലിയ ആഘോഷങ്ങളും ചട്ടവട്ടങ്ങളും ഒന്നും ഇതിനകത്ത് ഇല്ല. ആകപ്പാട് എല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്നു. ദൈവവചനം പറയുന്നത് നമ്മളെല്ലാവരും രാജകീയ പുരോഹിത വർഗമാണെന്ന്. അപ്പോൾ എല്ലാവരും കൂടെ വരുന്നു, എല്ലാവരും ഒരുമിച്ച് ആരാധിക്കുന്നു, എല്ലാവരും ഒരുമിച്ച് ശുശ്രൂഷിക്കുന്നു, ഒരുമിച്ച് ജീവിക്കുന്നു. ഇങ്ങനെ ഒരു ശൈലി വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം ഇവരുടെ ഉള്ളിൽ ഒരു മടുപ്പുണ്ടാകാനായിട്ട് തുടങ്ങി. കാരണം അവർ ചിന്തിച്ചു, മുമ്പ് ഞങ്ങൾ നിന്നിരുന്ന സ്ഥലത്ത് പല കാര്യങ്ങളും ഉണ്ടായിരുന്നു, അവിടെ പലതും ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഇവരുടെ ഉള്ളിൽ ചെറിയൊരു മടുപ്പ് വ്യാപരിച്ചിട്ട് ഇവർ ചിന്തിക്കാനായിട്ട് തുടങ്ങി, ഇവിടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് അവിടെ നിൽക്കുന്നതായിരുന്നു എന്നുള്ള ചിന്ത അവരുടെ ഉള്ളിലേക്ക് വരാനായിട്ട് തുടങ്ങി. അപ്രകാരം വിശ്വാസത്തിൽ ക്ഷീണിച്ച് പിന്മാറ്റത്തിലേക്ക് പോകാനായിട്ട് തുടങ്ങുന്ന ഒരു കൂട്ടം ദൈവമക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരെ വിശ്വാസത്തിൽ നിലനിൽപ്പാൻ ഉത്സാഹിപ്പിക്കേണ്ടതിനാണ് ഈ ലേഖനം എഴുതിയതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. നമ്മൾ അതിന്റെ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 10-ാം അധ്യായത്തിന്റെ 38-ാം വാക്യത്തിൽ താൻ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ടെന്ന് വായിക്കാമോ? എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. ഇവിടെ താൻ പറയുകയാ, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, അവൻ പിന്മാറുന്നു എങ്കിലോ എന്റെ ഉള്ളത്തിന് അവനിൽ എന്തില്ല? പ്രസാദമില്ല. അപ്പൊ എബ്രായലേഖനത്തിൽ താനിവിടെ ഓർപ്പിക്കുന്നത് ഇതാണ്, ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ അവൻ പിന്മാറ്റത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ദൈവത്തിന് അവനിൽ എന്തില്ല? പ്രസാദമില്ല എന്ന് നമ്മൾ അവിടെ വായിക്കുകയാ. ഈ പിന്മാറ്റം എന്താണെന്നുള്ളത് അതിന്റെ 10-ാം അധ്യായത്തിന്റെ 29 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്ന് വായിക്കാമോ? ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് ചിന്തിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ. മതി. ഇവിടെ 3 കൂട്ടം കാര്യങ്ങളെ ഇവിടെ പറഞ്ഞത്. ഒന്ന്, ദൈവപുത്രനെ എന്ത് ചെയ്യാം? ചവിട്ടിക്കളയുക. 2, തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് ചിന്തിക്കുക. 3, കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുക. ഇത് 3ഉം അവിടെ പറഞ്ഞത്. ഓർക്കുക, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രത്യേക വിഷയമാണ്. ഒന്നാമത് പറഞ്ഞു, ദൈവപുത്രനെ എന്ത് ചെയ്യാം? ചവിട്ടിക്കളയുക. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മൾ എന്തുവാ ചെയ്തത്? ദൈവപുത്രനായ യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? സ്വീകരിച്ചു, സ്വാഗതം ചെയ്തു. ഇപ്പോൾ ഇവരെന്ത് ചെയ്യുകയാ? ആ ദൈവപുത്രനെ ചവിട്ടി പുറത്താക്കുകയാ ചെയ്യുന്നത്. അപ്പൊ രക്ഷിക്കപ്പെട്ടപ്പോൾ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചവർ അവർ ഇപ്പോൾ അതേ യേശുവിനെ ചവിട്ടി പുറത്താക്കുകയാ ചെയ്യുന്നത്. രണ്ടാമത്, രക്ഷിക്കപ്പെട്ടപ്പോൾ നാം വിശ്വസിച്ചത് യേശുവിന്റെ പുണ്യാഹ രക്തം എന്റെ സകല പാപവും പോക്കി എന്നെ വിശുദ്ധീകരിപ്പാൻ തക്കവണ്ണം അത് ശുദ്ധ രക്തമാണ്, അത് വിലയേറിയ രക്തമാണെന്നാണ് നാം വിശ്വസിച്ചത്. എന്നാൽ ഇവിടെ അവർ പറയുന്നത് ആ നിയമരക്തത്തെ അവർ മലിനമെന്ന് നിരൂപിക്കുകയാണ് ചെയ്യുന്നത്.
മൂന്നാമത്, സുവിശേഷം നാം കേട്ടപ്പോൾ കൃപയുടെ ആത്മാവായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചപ്പോൾ ആ കൃപയുടെ ആത്മാവിന്റെ പ്രവൃത്തിക്ക് നാം നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുത്ത്, ആത്മാവിന് നാം നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുത്തെങ്കിൽ ഇപ്പോൾ അവർ ചെയ്യുന്നത് ആ ആത്മാവിനെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ടപ്പോൾ ഇവരെന്ത് ചെയ്തോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ടപ്പോൾ അവർ യേശുവിനെ സ്വീകരിച്ചെങ്കിൽ ഇപ്പോൾ അവർ യേശുവിനെ തിരസ്കരിക്കുകയാ. രക്ഷിക്കപ്പെട്ടപ്പോൾ അവർ യേശുവിന്റെ രക്തം അത് വിലയേറിയതായിട്ട് കണക്കാക്കിയെങ്കിൽ ഇപ്പോൾ അവർ യേശുവിന്റെ രക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയാ ചെയ്യുന്നത്. രക്ഷിക്കപ്പെട്ടപ്പോൾ അവർ കൃപയുടെ ആത്മാവിന് അധീനരായി കൊടുത്തെങ്കിൽ ഇപ്പോൾ അവർ ആ കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയാ ചെയ്യുന്നത്. രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവവുമായിട്ട് യേശുവുമായിട്ട് എന്ത് ബന്ധത്തിലേക്കാണോ ഇവർ കടന്നു വന്നത്, ആ ബന്ധത്തിൽ നിന്ന് അവർ വ്യതിചലിക്കാനായിട്ട് തുടങ്ങി. അതാ പിന്മാറ്റം എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം നമ്മുടെ ഡിക്ഷണറിക്കകത്ത് നമ്മൾ പിന്മാറ്റത്തിന് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ എന്താണെന്നറിയാമോ? നമ്മൾ ആരെയാ പിന്മാറ്റക്കാരൻ എന്ന് പറയുന്നത്? ആരെയാ? സഭായോഗത്തിന് വരാത്തവനെയാ. അവൻ ആര്? പിന്മാറ്റക്കാരൻ. എന്നാ അവനല്ല പിന്മാറ്റക്കാരൻ. പിന്മാറ്റക്കാരൻ ആരെന്ന് ചോദിച്ചാൽ, രക്ഷിക്കപ്പെട്ടപ്പോൾ യേശുവും ഞാനുമായിട്ടുണ്ടായ ആ ബന്ധത്തിൽ നിന്ന് ഞാൻ വ്യതിചലിക്കുമ്പോൾ ഞാൻ പിന്മാറ്റക്കാരനാകുകയാണ് ചെയ്യുന്നത്. ഞാൻ സഭായോഗത്തിന് വരുന്നോ ഇല്ലയോ എന്നുള്ളതല്ല അതിനകത്ത് വിഷയം. പാട്ട് പാടുന്നോ ഇല്ലയോ എന്നുള്ളതല്ല അതിനകത്ത് വിഷയം. കൈയടിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല അതിനകത്ത് വിഷയം. അന്യഭാഷ പറയുന്നോ ഇല്ലയോ എന്നുള്ളതല്ല അതിനകത്ത് വിഷയം. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ യേശുവുമായിട്ട് എനിക്കുണ്ടായിരുന്ന ആ ബന്ധത്തിൽ നിന്ന് ഞാൻ പുറകോട്ട് പോയെങ്കിൽ ഞാൻ പിന്മാറ്റക്കാരനാണ്. പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഞാൻ വിനയത്തോടുകൂടെ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടിട്ട് വർഷങ്ങളുടെ കണക്ക് നമുക്ക് പറയാനായിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ഇവിടെ ഇരുന്നു കൊണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. രക്ഷിക്കപ്പെട്ട അന്ന്, രക്ഷിക്കപ്പെട്ട സമയത്ത് യേശുവുമായിട്ടുണ്ടായിരുന്ന ആ ബന്ധം, യേശുവിനെ കുറിച്ചുണ്ടായിരുന്ന ആവേശം, യേശുവിനെ കുറിച്ചുണ്ടായിരുന്ന ആ തീഷ്ണത, അതിന്ന് പകൽക്കാലവും നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടോ അതോ അത് നഷ്ടപ്പെട്ടു പോയോ? ഇന്ന് പകൽക്കാലം അത് നഷ്ടപ്പെട്ടു പോയെങ്കിൽ ദൈവത്തിന്റെ വചനം എന്നെയും നിങ്ങളെയും വിളിക്കുന്ന പേര് നാം പിന്മാറ്റക്കാരെന്നാണ്. സ്തോത്രം. ഇത് നമ്മൾ മറക്കരുത്. ഇത് നമ്മൾ മറക്കരുത്. എല്ലാ ആഴ്ചയും സഭായോഗത്തിന് വരുന്നതല്ല ഇതിന്റെ മാനദണ്ഡം. അകത്ത് യേശുവുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതാണ്. ഹല്ലേലൂയ. അകത്ത് യേശുവുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഇവിടെ വന്നിരുന്നിട്ട് പല പരിപാടികളും കാണിക്കുന്നത് യാന്ത്രികമായിട്ടാണ്. എങ്ങനെ? യാന്ത്രികമായിട്ട് അല്ലേ? നമ്മൾ ഇന്ന് ആദ്യം സഭായോഗത്തിന് പാടിയ പാട്ട് ഏതായിരുന്നു? പാടിപ്പുകഴ്ത്തിടാം ദേവദേവനെ. അതിനകത്ത് ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, അതിനകത്ത് നമ്മളൊക്കെ പാടിയ ഒരു പാട്ടുണ്ട്. എന്തുവായിരുന്നു? ഒരു സ്റ്റാൻസ് ഉണ്ട്. എന്തുവാ? ഭൂമി പഠിക്കാൻ എന്നാ പാടിയ? എല്ലാം ചേർന്ന് പ്രിയനായി. ഇത് പണ്ടൊരാൾ പറഞ്ഞ പോലെ ഇപ്പൊ പറഞ്ഞതല്ലാതെ നമ്മൾ ഇതുപോലെ എന്തെല്ലാം പാടിയേക്കുന്നു അല്ലേ? പണ്ടൊരാൾ പറഞ്ഞു, നമ്മൾ ദൈവമക്കള് നുണ പറയാറില്ല, എല്ലാം പള്ളിയിൽ ഒന്ന് പാടാറേ ഉള്ളെന്ന്. ഇതാ നമ്മുടെ പരിപാടി. ഇവിടെ വന്നിരുന്ന് ഈ 4 ചുവരിനകത്ത് വന്നിരുന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ പാടുകയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യും. എന്നാൽ ഇത് വല്ലതും നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഇന്ന് നമ്മൾ ആ പാട്ട് പാടിയപ്പം ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലാനായിട്ട് പറഞ്ഞവന്റെ മുമ്പിൽ എൻ്റെ ദേഹവും ദേഹിയും സമർപ്പിച്ച് ഞാൻ പോകാമെന്ന് പാടിയതല്ലാതെ അടുത്ത വീട്ടിൽ പോലും പോയി സുവിശേഷം പറയത്തില്ലോ നമ്മൾ. എന്നിട്ടല്ലേ ഭൂമിയുടെ അറ്റത്ത് പോകുന്നേ അല്ലേ മോനേട്ടി? പിന്നെ അല്ലേ നമ്മളെന്നാ പാടിയേ? പോകാമെന്ന് അല്ലേ? എനിക്ക് ടിപ്പിൻ്റെ പേര് മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ ആ കൊച്ചനെ വിളിച്ച, വേറെ ആരുടെയും പേരെനിക്കറിയത്തില്ല. ഇപ്പം ഞാൻ പറഞ്ഞത് ഇതാ നമുക്ക് പറ്റുന്ന കുഴപ്പം. ഇപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിനകത്ത് യേശുവുമായിട്ടുള്ള ബന്ധമുണ്ടോ എന്നുള്ളതാണ്.
ഇവിടെ വന്നിരുന്ന് പുറത്ത് കാണിച്ചു കൂട്ടുന്ന കാട്ടായങ്ങളല്ല ദൈവം നോക്കുന്നത്. അവൻ ഹൃദയങ്ങളെയാ നോക്കുന്നത്, അവൻ മനസ്സിനെയാ നോക്കുന്നത്, അവൻ അന്തരേന്ദ്രിയങ്ങളെയാ നോക്കുന്നത്. അവൻ്റെ മുമ്പിൽ നാം പിന്മാറ്റക്കാരായിട്ട് മാറരുത്. അപ്പം അങ്ങനെ പിന്മാറ്റത്തിലേക്ക് പോകാനായിട്ട് തുടങ്ങുന്ന ആ ഒരു കൂട്ടം ദൈവമക്കളെ പിന്നെയും ഉത്സാഹിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് എഴുതിയിരിക്കുന്ന ആ ലേഖനമാണ്. അതിനകത്ത് താൻ പറഞ്ഞത് ഇതാണ്: മുടന്തുള്ളത് ഉളുക്കിപ്പോകാതിരിക്കേണ്ടതിന്. എന്ന് വെച്ചാൽ ഇനിയും നിങ്ങളുടെ ആത്മീക നിലവാരം താഴേക്ക് പോകാതിരിക്കണം. ഇപ്പം മുടന്തുണ്ടവർക്ക്, ഇനി അതെന്തൂടെ ചെയ്യരുത്? ഉളുക്കരുത്. ഇപ്പോൾ ഉള്ള ആത്മീയ നിലവാരം എന്ത് ചെയ്യരുത്? താഴേക്ക് പോകരുത്. അങ്ങനെ പോകാതിരിക്കാനായിട്ട് നിങ്ങളുടെ വഴി എന്ത് ചെയ്യണം? നേരെയാക്കണം. ആര് നേരെയാക്കണം? നമ്മൾ തന്നെ നേരെയാക്കണം. നേരെയാക്കിയില്ലെങ്കിൽ ആത്മീകമായിട്ട് പിന്നെ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? താഴേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇവിടെ എബ്രായലേഖന കർത്താവ് എന്താണ് വഴി നിരത്തുക, നേരെയാക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന പെട്ടെന്ന് പറയാൻ പറ്റുമെന്ന് എൻ്റെ പ്രതീക്ഷ. പെട്ടെന്ന് 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ. ഇവിടെ എബ്രായലേഖന കർത്താവ് ക്രിസ്തീയ ജീവിതത്തെ ഒരു ഓട്ടമായിട്ട് എന്ത് ചെയ്യുക? ചിത്രീകരിക്കുക. മറക്കരുത്, ക്രിസ്തീയ ജീവിതം ഒരു പിക്നിക് അല്ല, ഒരു വിനോദയാത്ര അല്ല, പിന്നെന്തുവാ? ഓട്ടമാണ്. ഈ വിനോദയാത്രയും ഓട്ടവും തമ്മിലൊരു വലിയ വ്യത്യാസമുണ്ട്. എന്നറിയാമോ? വിനോദയാത്ര എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പം മൂന്നാറിലേക്ക് വരിക, ഞാൻ ഇതുവരെ വന്നിട്ടില്ല, ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി കാണാനായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരിക. വന്നിട്ട് ഓക്കെ, ഞാൻ പാസ്റ്റർ വീട്ടിൽ താമസിക്കുകയാണ് എന്ന് വയ്ക്കുക. എന്നിട്ട് രാവിലെ ഞാൻ എഴുന്നേറ്റ് ഇവിടുന്ന് പുറപ്പെടുന്നു. ഇവിടുന്ന് പുറപ്പെട്ട കുറേ സ്ഥലത്തൂടെ എല്ലാം ഇങ്ങനെ യാത്രയൊക്കെ ചെയ്ത് അവസാനം വൈകുന്നേരം ആകുമ്പോൾ പിന്നെ എവിടെ വരും? ഇവിടെ തന്നെ വരും. പിന്നെ അടുത്ത ദിവസം രാവിലെ പിന്നെ എഴുന്നേറ്റ് എന്ത് ചെയ്യും? പിന്നെയും പുറപ്പെടും. കുറേ യാത്ര ചെയ്തിട്ട് വൈകുന്നേരം അവസാനം ഇവിടെ തന്നെ വരും. എന്ന് വെച്ചാൽ ദിവസം മുഴുവൻ യാത്ര ചെയ്യുന്നെങ്കിലും വൈകുന്നേരം നോക്കുമ്പോൾ എവിടെ തന്നെ ആയിരിക്കും? പുറപ്പെട്ട സ്ഥലത്ത് തന്നെ ഉണ്ടായിരിക്കും. ഇതാ വിനോദയാത്ര എന്ന് പറഞ്ഞാൽ. എന്നാൽ ഓട്ടം അങ്ങനല്ല. ഓട്ട മത്സരത്തിനകത്ത് ഒരിക്കലും പുറപ്പെട്ട സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നില്ല? തിരിച്ചു വരുന്നില്ല. ഇത് മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുന്ന പരിപാടിയാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഓട്ടം അല്ല, വിനോദയാത്രയാണ്. കാരണം ഒരു 3 ദിവസം ഉപവാസ പ്രാർത്ഥനയൊക്കെ വെച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും? ഓടാനായിട്ട് തുടങ്ങും. അങ്ങനെ ഓടി തുടങ്ങി ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ പുറപ്പെട്ടടുത്ത് തന്നെ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ എത്തിയിട്ടുണ്ടാവും. പിന്നെ അടുത്ത ഉപവാസ പ്രാർത്ഥനയ്ക്കാ പിന്നെ എന്ത് ചെയ്യുന്നത്? ഓടാൻ തുടങ്ങുന്നത്. അത് ഒരു 2 ആഴ്ച കാണണം. അത് കഴിയുമ്പോൾ പിന്നെയും പഴയ സ്ഥലത്ത് തന്നെ എത്തിക്കാണും. ഇതാ നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഇത് വിനോദയാത്ര സ്റ്റൈല. എന്നാൽ ദൈവവചന പ്രകാരം ക്രിസ്തീയ ജീവിതം വിനോദയാത്രയല്ല, ഇത് ഓട്ടമാണ്. ഇതിനകത്ത് മുൻപോട്ട് പോകാനേ പ്രമാണമുള്ളൂ. ഒരിക്കലും പുറപ്പെട്ടടത്ത് നിന്ന് നിൽക്കുന്നത് ആരോഗ്യകരമായിട്ടുള്ള ക്രിസ്തീയ ജീവിതമല്ല. ഇവിടെ നാം വളർന്നേ മതിയാകുകയുള്ളൂ. ഇവിടെ നാം ഓടി മുൻപോട്ട് പോയേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് എബ്രായലേഖനത്തിൽ മറ്റൊരിടത്ത് താൻ പറഞ്ഞത്, കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട നിങ്ങൾക്ക് ഇപ്പോഴും പാല് തന്നെ തരേണ്ടി വരുന്നത്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് തിരിച്ചെത്തുന്നത് കൊണ്ട് കാലം നോക്കിയാൽ നിങ്ങൾ പുറപ്പെട്ടടത്ത് നിൽക്കേണ്ടവരല്ല. ഞാൻ മിക്കവാറും ദിവസം വൈകുന്നേരങ്ങളിൽ നടക്കാൻ പോകാറുണ്ട്. ഏകദേശം ഒരു 6-7 കിലോമീറ്റർ നടക്കും. കഴിഞ്ഞ ദിവസം ഞാൻ നടക്കുന്ന സമയത്ത് എനിക്ക് വയനാട്ടിൽ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. കൂട്ടുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് സുവിശേഷം പറഞ്ഞ രക്ഷയിലേക്ക് കൊണ്ടുവന്ന ഒരു സഹോദരനാണ്. അദ്ദേഹം ഒരിക്കൽ ഞാനിങ്ങനെ നടക്കാൻ പോകുന്ന സമയത്ത് എന്നെ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പുള്ളി എന്നോട് പറയുക, ഇത്രയും ദിവസം നടന്നതെല്ലാം മുമ്പോട്ട് ഒരേപോലെ അങ്ങോട്ട് നടന്നിരുന്നെങ്കിൽ ഇപ്പം വയനാട്ടിലെത്തിയാനെന്ന്. ഞാൻ ആലോചിച്ചു, ശരിയാ അല്ലേ? ദിവസം 7 കിലോമീറ്റർ വെച്ച് ഒരു മാസം നടന്നു കഴിഞ്ഞാൽ 210 കിലോമീറ്റർ ആയി. ഏകദേശം വയനാട്ടിൽ ചെല്ലാം. പക്ഷെ ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അങ്ങോട്ട് നടക്കും, അത് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരും. നമ്മൾ പലപ്പോഴും ഇങ്ങനെ പുറപ്പെട്ട കാലം വെച്ച് നോക്കിയപ്പോൾ ഇങ്ങനെ ഒന്നും ഇരിക്കേണ്ടവർ അല്ല നമ്മൾ.
പക്ഷേ ഇപ്പോഴും പലപ്പോഴും പുറപ്പെട്ട സ്ഥലത്ത് തന്നെ നമ്മൾ എത്തി നിൽക്കുക. ഇതതിനകത്തെ കുഴപ്പം. അപ്പം ഇവിടെ എബ്രായലേഖന കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ചുറ്റും സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നിൽക്കുന്നുണ്ട്. ആരാ ഈ സാക്ഷികള്? നമുക്കൊക്കെ അറിയാം. എബ്രായലേഖനം 11-ാം അധ്യായത്തില് വിശ്വാസ വീരന്മാരുടെ ഒരു വലിയ പട്ടിക ആ എബ്രായലേഖന കർത്താവ് നിരത്തുകയാണ്. ഹാബേലിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ട് താഴേക്ക് വിശ്വാസ വീരന്മാരുടെ പട്ടിക പറഞ്ഞു വരികയാണ്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അവരെ കുറിച്ച് പറഞ്ഞു വന്നിട്ടാണ് 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ താൻ പറയുന്നത് സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹമെന്ന്. ഞാൻ ആ 11-ാം അധ്യായം മുഴുവൻ വിശകലനം ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ എനിക്ക് സമയം കിട്ടത്തില്ല. എന്നാൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സകല വിശ്വാസവീരന്മാരുടെയും ഒരു പ്രത്യേകത, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേകത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. 11-ാം അധ്യായം നിങ്ങളൊന്നെടുത്ത് 11-ാം അധ്യായം എടുത്തിട്ട് അതിൻ്റെ 13-ാം വാക്യം ഒന്ന് വായിച്ച്. ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തുനിന്നത് കണ്ട് ഓക്കെ, മതി. ഇനി അതിന്റെ അവസാനത്തെ ഭാഗത്തിലേക്ക് ഒന്ന് വരാമോ? 39-ാം വാക്യം കൂടെ. അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചു എങ്കിലും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. ഈ ദൈവിക വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കുന്നതിനെ കുറിച്ച് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഒരു വലിയ തെറ്റിദ്ധാരണ നീക്കുന്ന ഒരു വാക്യമായത്. ഇവിടെ എന്തുവാ പറഞ്ഞേ? അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം പ്രാപിച്ചു, പക്ഷേ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. നമ്മുടെ ഉപദേശമാരൊക്കെ പ്രസംഗിക്കുന്നത് എന്തുവാ? വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. പ്രാപിച്ചില്ലെങ്കിൽ അത് നിന്റെ വിശ്വാസത്തിന്റെ കുറവാ. ഞാനും ഇങ്ങനെ പ്രസംഗിച്ചിട്ടുള്ളതാ. ഈ വാക്യം വായിച്ചപ്പോഴാണ് എൻ്റെയും കണ്ണ് തെളിഞ്ഞത്. ഇങ്ങനെ എന്തെല്ലാം മണ്ടത്തരം ഞാൻ പ്രസംഗിച്ചേക്കുന്നത് അറിയാമോ? ഇപ്പൊ ഇവിടെ പറഞ്ഞു വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കുന്നതും വിശ്വാസവും തമ്മിൽ എന്തില്ല? ഒരു ബന്ധവും ഇല്ല. കാരണം ഇവര് വിശ്വാസത്തിൽ കുറഞ്ഞ പുള്ളികളൊന്നും അല്ലായിരുന്നു. വിശ്വാസത്തിൽ അവർക്ക് സാക്ഷ്യം ലഭിച്ചവരാ, പക്ഷേ വാഗ്ദത്ത നിവൃത്തി അവർ പ്രാപിച്ചില്ല. ഇന്ന് പകലിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് മുമ്പോട്ടേക്ക് പോകാം. നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ അളവുകോല് വാഗ്ദത്ത നിവൃത്തിയുമായിട്ട് ബന്ധപ്പെടുത്തി അളക്കരുത്. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്, നമ്മുടെ ആത്മീയത നമ്മൾ അളക്കുന്നത് ദൈവം എനിക്ക് എന്തെല്ലാം ചെയ്തു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ സാക്ഷ്യങ്ങളും നമ്മുടെ സംസാരവും ഒക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ദൈവവും ഞാനുമായിട്ടുള്ള ബന്ധം ഞാൻ അളക്കുന്നത് ദൈവം എനിക്ക് എന്ത് ചെയ്തു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ അത് തെറ്റാ. ദൈവവും ഞാനുമായിട്ടുള്ള ബന്ധത്തിന്റെ അളവുകോല്, അല്ലെങ്കിൽ എൻ്റെ ആത്മീക ജീവിതത്തിന്റെ അളവുകോൽ എന്ന് പറയുന്നത് ദൈവം എനിക്ക് എന്ത് തന്നു എന്നുള്ളതല്ല, ഞാൻ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തെന്നുള്ളതാണ്. ഇവിടെ പ്രശ്നം. കാരണം ഞാൻ ദൈവത്തെ കുറിച്ച് വായിച്ചത് അവൻ നല്ലവരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും എന്ത് ചെയ്യുന്നവനാ? ഇതെല്ലാം ചെയ്യുന്നവനാ. പിന്നെ അവർക്കും എനിക്ക് തമ്മിൽ എന്നാ വ്യത്യാസം? ഞാൻ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തെന്നുള്ളതാ വ്യത്യാസം. ഇവിടെയാ പ്രശ്നം വരുന്നത്. ഒരിക്കലും ഒരാത്മീകന്റെ അളവുകോല് അവൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു എന്നുള്ളതല്ല, അവൻ ദൈവത്തിന് എന്ത് കൊടുത്തെന്നുള്ളതാണ്. നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ സഭായോഗത്തിന് എഴുന്നേറ്റുന്ന സാക്ഷ്യം പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്, ദൈവം കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ എനിക്ക് വിശ്വസ്തനായിരുന്നെന്ന്. ഞാൻ ചോദിച്ചോട്ടെ, ദൈവത്തിന് വിശ്വസ്തനല്ലാതെ പിന്നെ ആരാകാൻ പറ്റും? കാരണം അതവന്റെ ഗുണമാ. അവനാരാ? വിശ്വസ്തന. അവനവന്റെ സ്വഭാവം ത്യജിക്കാനായിട്ട് കഴിയത്തില്ല. അത് പ്രത്യേകിച്ച് എഴുന്നേറ്റെന്ന് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ എന്റെ ചോദ്യം ഇതാ, കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ വിശ്വസ്തരായിരുന്നോ? അത് നമ്മൾ പറയത്തില്ല.
നിങ്ങൾ എപ്പോഴെങ്കിലും ഞായറാഴ്ച സഭാഗത്ത് എഴുന്നേറ്റെന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ? പ്രിയ ദൈവമക്കളെ, കഴിഞ്ഞ ഒരാഴ്ച കാലം ഞാൻ എൻ്റെ ദൈവത്തോട് വിശ്വസ്തനായിരുന്നു? ഇല്ലല്ലോ. അങ്ങനെ പറയാൻ പറ്റുമ്പോഴാണ് നമ്മൾ ആത്മീകരാകുന്നത്. നമ്മൾ പലപ്പോഴും ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ചിലതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മുടെ ആത്മീകത വെച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അബ്രഹാമിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത ഇസ്ഹാക്കിനെ കൊടുത്തു, വാഗ്ദത്തം ലഭിച്ചു. പക്ഷേ അത് കഴിഞ്ഞിട്ട് 22-ാം അധ്യായത്തിൽ വന്നപ്പോൾ ദൈവം അവനെ പരീക്ഷിച്ചു. പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കാനുള്ള ശ്രമമാണ്. ദൈവം അവനോട് പറഞ്ഞു, ഇത്രയും കാലം ഞാൻ നിനക്ക് തരികയായിരുന്നു, ഇനി നീ എനിക്കൊന്ന് തന്നേ. അതിൻ്റെ അവസാനത്തിൽ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ ഏകജാതനായ പുത്രനെ എനിക്ക് തരുവാൻ മടിക്കായതുകൊണ്ട് നീ വാസ്തവമായി എന്നെ ഭയപ്പെടുന്നു എന്ന് ഇപ്പം ഞാൻ അറിയുന്നു. ഇപ്പോഴാ മനസ്സിലായത്. യാക്കോബിൻ ലേഖനം പറഞ്ഞു, അങ്ങനെ അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പേർ പ്രാപിച്ചെന്ന. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകുന്നത് ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഞാനും നിങ്ങളും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയേണ്ടത് നാം ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. നാം ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതാ. ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിച്ച്, കഴിഞ്ഞ ഒരാഴ്ച കർത്താവ് എനിക്ക് ദാനമായിട്ട് തന്നെന്ന്, കഴിഞ്ഞ ഒരാഴ്ച കർത്താവിനെ സൂക്ഷിച്ചെന്ന്, കഴിഞ്ഞ ഒരാഴ്ച എനിക്ക് വേണ്ടതെല്ലാം കർത്താവ് തന്നെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഞാൻ ആ ദൈവത്തിന് എന്ത് കൊടുത്തു? ഞാൻ ആ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു? കഴിഞ്ഞ ഒരാഴ്ച എന്റെ ജീവിതത്തിലൂടെ ആ ദൈവത്തിന് എന്ത് പ്രയോജനമുണ്ടായി? വാഗ്ദത്ത നിവൃത്തിയും വിശ്വസ്തതയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. അപ്പം ഇവര് വിശ്വാസമുണ്ടായിരുന്നെങ്കിലും വാഗ്ദത്ത നിവൃത്തി എന്ത് ചെയ്തില്ല? പ്രാപിച്ചില്ല. നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ ക്ഷീണിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ദൈവിക വാഗ്ദത്ത നിവൃത്തി പലപ്പോഴും നമുക്ക് പ്രാപിക്കാൻ കഴിയാത്തതാണ്. പലപ്പോഴും ദൈവം നമുക്ക് വാഗ്ദത്തങ്ങൾ തന്നിട്ട് അത് നിവർത്തീകരിക്കപ്പെടാതെ വരുമ്പോൾ അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു, പ്രസംഗങ്ങൾ കേൾക്കുന്നു, ദൈവം വിശ്വസ്തനാണ്, ഇപ്പൊ ചെയ്യുമെന്ന് പ്രസംഗങ്ങൾ കേൾക്കുന്നു, നമ്മളിങ്ങനെ ത്രില്ലടിച്ച് ഇപ്പൊ കിട്ടുന്നു വിചാരിച്ച് കാത്തിരിക്കുന്നു. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? കിട്ടുന്നില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ അറിയാതെ നമ്മുടെ മനസ്സിനകത്തൊരു ക്ഷീണം, ഒരു മടുപ്പ്, ഒരു വല്ലായിക. എന്താ സംഭവിക്കുന്നത്? എന്താ പ്രശ്നം പറ്റിയത്? എന്നാൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ആ മുടന്തുള്ളത് ഉളുക്കി പോകാതിരിക്കേണ്ടതിന് ഒന്നാമത് പാത നിരത്തേണ്ടത് ഇതാണ്. ഈ സാക്ഷികളെ നോക്കുക. അവരും നിങ്ങളെ പോലെ വിശ്വസ്തരായിരുന്നെങ്കിലും വാഗ്ദത്ത നിവൃത്തി അവർ പ്രാപിച്ചില്ല. വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാത്തത് നിങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് മുമ്പേ ഓടിയ പലരും അവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാത്തവരായിട്ടുണ്ട്. അത് ഓർക്കുമ്പോൾ ആ വാഗ്ദത്ത നിവൃത്തിയുടെ താമസത്തിങ്കൽ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ആത്മീക ക്ഷീണം അത് മാറ്റപ്പെടണം. അതാ ദൈവത്തിന്റെ വചനം ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് മുമ്പോട്ടേക്ക് പോകാം. ഈ പ്രിയപ്പെട്ടവര്, ഇവർക്ക് വാഗ്ദത്തം ലഭിച്ചിരുന്നോ? ഇപ്പൊ ഉദാഹരണത്തിന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, മാപ്പ് വരെ കാണിച്ചു കൊടുത്ത ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ ദേശം മുഴുവൻ നിനക്കും നിന്റെ സന്തതിക്കും തരാമെന്ന് പറഞ്ഞത്. എന്നാൽ അതവർക്ക് കൊടുത്തില്ല. എന്നിട്ട് നമ്മൾ ആ 11-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ആ അബ്രഹാമിനെ കുറിച്ച് വായിക്കുന്ന ഒരു കാര്യമുണ്ട്. വാഗ്ദത്ത ദേശത്ത് അന്യദേശത്തെന്ന പോലെ ചെന്ന് കൂടാരങ്ങൾ പാർത്തു. നിൽക്കുന്നത് വാഗ്ദത്ത ദേശത്തിനകത്താണെങ്കിലും അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുന്നു, ഒരു കാലടി സ്ഥലം പോലും അവർക്ക് എന്ത് ചെയ്തില്ല? കൊടുത്തില്ല. കൂടാരങ്ങളിൽ അവർ പാർക്കുകയാ. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ അവിടെ മനോഭാവം നമ്മളോട് വായിക്കുന്നുണ്ട്. ഒന്ന് വായിക്കാമോ? അതിന്റെ 13-ാം വാക്യം. അവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തുന്നത് കണ്ട് അഭിവന്ദിച്ചും കൊണ്ട് ഭൂമിയിൽ തങ്ങൾ അന്യന്മാരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്താൽ മരിച്ചു. നോക്കുക, അവരോട് ചെയ്തത്, അവർ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ അവർ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ ഈ ഭൂമിയിൽ അന്യന്മാരും പരദേശികളുമാണെന്ന് അവർ ഏറ്റുപറഞ്ഞു. എന്തുകൊണ്ടാണ് അവരങ്ങനെ ഏറ്റുപറഞ്ഞതെന്ന് വേറൊരു വാക്യത്തിൽ നമ്മളവിടെ വായിക്കുന്നുണ്ട്. 9-ാം വാക്യം വായിച്ചു തുടങ്ങിയിട്ട് 10-ാം വാക്യം കൂടെ ചേർത്തൊന്ന് വായിക്കാമോ? പാർത്തുകൊണ്ടാ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ
നഗരത്തിന് വേണ്ടി അവർ കാത്തിരുന്നു. പ്രൈസ് ഗോഡ്. എന്താ ഇവർക്ക് സംഭവിച്ചത്? അബ്രഹാമിന്റെ ഉദാഹരണം മാത്രം എടുത്തിട്ട് ഞാൻ പറയാം. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിനക്ക് ദേശം അവകാശമായിട്ട് തരുമെന്ന്. ദൈവം അബ്രഹാമിനെ ആ ദേശത്ത് കൊണ്ടുവന്നു. എന്നാൽ അവിടെ വെച്ചും ദൈവം അവന് അവകാശം കൊടുക്കാതിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു ദിവസം അവന്റെ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ അവന്റെ കണ്ണുകൾക്കകത്ത് മറ്റൊരു കാഴ്ച കണ്ടു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ മറ്റൊരു പട്ടണം നിത്യതയിൽ അവന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പട്ടണങ്ങൾ അതിന്റെ അടിസ്ഥാനങ്ങൾ ഇളകിപ്പോകുമ്പോൾ, അത് മാനുഷകരങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതായിട്ട് ഒരു നാൾ അത് ഇളകി മാറിപ്പോകുമ്പോൾ അവന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു, നിത്യതയിൽ അവന് വേണ്ടി ഒരു പട്ടണം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു പട്ടണം അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവന്റെ കാഴ്ചപ്പാട് മാറി, അവന്റെ ചിന്ത മാറി. അവൻ പറഞ്ഞു, ഈ ലോകത്തിലെ വാഗ്ദത്തം എനിക്ക് ലഭിച്ചില്ലെങ്കിലും, ഈ ലോകത്തിൽ ദൈവം എനിക്ക് പറഞ്ഞ വാഗ്ദത്തം കിട്ടിയില്ലെങ്കിലും, എനിക്ക് വാഗ്ദത്തം ചെയ്ത വീട് കിട്ടിയില്ലെങ്കിലും, എനിക്ക് വാഗ്ദത്തം ചെയ്ത ജോലി കിട്ടിയില്ലെങ്കിലും, എനിക്ക് വാഗ്ദത്തം ചെയ്ത ശമ്പളം കിട്ടിയില്ലെങ്കിലും അതല്ല എന്റെ വിഷയം. ഞാൻ മറ്റൊന്ന് കണ്ടു. എന്റെ കണ്ണ് നിത്യതയിൽ ഉടക്കിയിരിക്കുകയാണ്, എന്റെ കണ്ണ് നിത്യതയെ കണ്ടിരിക്കുകയാണ്. അതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇതൊന്നുമില്ലെന്ന്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്താ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതിരുന്നത്, അവിടെ മനസ്സിനെ അലട്ടാതിരുന്നതെന്ന് അറിയാമോ? അവർ കണ്ടു ഇതിനേക്കാൾ വലുതപ്പുറത്തൊരെണ്ണം. ഇന്ന് പകലിൽ നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മുടെ കണ്ണിവിടെയാ ഉടക്കി കിടക്കുന്നത്. നമ്മുടെ കണ്ണിവിടെയാ ഉടക്കി കിടക്കുന്നത്. ഇവിടുത്തെ കാര്യങ്ങളിലും ഇവിടുത്തെ നേട്ടങ്ങളിലും ഇവിടുത്തെ സാമ്രാജ്യങ്ങൾ സൃഷ്ടിക്കുന്നതിലുമായിട്ട് നമ്മുടെ കണ്ണുടക്കി നിന്നുകൊണ്ട് നിത്യത നാം മറന്നു കളയുകയാ ചെയ്യുന്നത്. അവിടെ അവരെ കുറിച്ച് പറഞ്ഞൊരു വാക്യമുണ്ട്. അവർ ഏറ്റു പറഞ്ഞു, ഞങ്ങൾ ഭൂമിയിൽ അന്യന്മാരും പരദേശികളുമാണെന്ന്. അവർ തങ്ങളെ കുറിച്ച് തന്നെ പറഞ്ഞത്, ഞങ്ങളിവിടെ പരദേശികളാണെന്ന്. പരദേശികൾ എന്നുള്ള വാക്കിന്റെ ശരിയായിട്ടുള്ള അർത്ഥം നൊമാഡ്സ് എന്നാ. നൊമാഡ്സ് എന്ന് പറഞ്ഞല്ല, നാടോടികളാണ്. നിങ്ങൾ നാടോടികളെ കണ്ടിട്ടുണ്ടോ? ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെയൊക്കെ സൈഡിൽ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് ഇങ്ങനെ കൂടാരം പോലെ വലിച്ചു കെട്ടി അതിൽ കിടന്നുറങ്ങുന്നവർ. ഇന്നവർ ആലുവയിലായിരിക്കും കിടന്നുറങ്ങുന്നത്. അടുത്ത വർഷം നോക്കി അവർ തൃശ്ശിനാപ്പള്ളിയിലോ കോയമ്പത്തൂരോ എവിടെയെങ്കിലും ആയിരിക്കും ഉണ്ടാവുക. അവരിങ്ങനെ സഞ്ചരിക്കുന്നവരാ. അവർക്ക് എവിടെ ചെന്നാലും എളുപ്പമാണ്. വീടുണ്ടാക്കാൻ ഒരു പ്ലാസ്റ്റിക് ഷീറ്റും 4 കയറും 4 കുറ്റിയും ഉണ്ടെങ്കിൽ അവിടെ കൊട്ടാരം റെഡി. നിങ്ങളാരെങ്കിലും അവരോട് പോയി ചോദിക്കുക, എന്താ സുഹൃത്തുക്കളെ നിങ്ങൾ ഇങ്ങനെ ഒരു വീട്ടിനകത്ത് താമസിക്കുന്ന, നിങ്ങൾക്കൊരിച്ചിരി നന്നായിട്ട് ഒരു വീടുണ്ടാക്കിക്കൂടെ എന്ന് ചോദിച്ചാൽ അവർ പറയുന്ന ഒരു മറുപടി ഉണ്ട്, ഞങ്ങളിവിടെ പരദേശികളാ, ഞങ്ങളിവിടെ നാടോടികളാണ്, ഇവിടെ ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല. ഇന്ന് ഞങ്ങളിവിടെ ഉണ്ട്, നാളെ ഞങ്ങളിവിടെ കാണത്തില്ല, ഇത് ഞങ്ങളുടെ സ്വന്തമല്ല. ഇതാ പരദേശികളുടെ മനോഭാവം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം ദൈവമക്കളെ കുറിച്ച് പറയുന്ന കാര്യം ഇത് തന്നെയാണ്. ഞാനും നിങ്ങളും ഇവിടെ പരദേശികളാണ്. ഇവിടെ നമുക്ക് സ്വന്തമായിട്ട് നിലനിൽക്കും ഒന്നുമില്ല. ഇവിടെ നമുക്ക് ശാശ്വതമായിട്ടൊന്നുമില്ല. ഒരു നാൾ നാം ഇതെല്ലാം വിട്ടേച്ച് പോയേ മതിയാകുള്ളൂ. ഇവിടെ കൊട്ടാരങ്ങൾ കെട്ടിപ്പൊക്കിയാലും ആരൊക്കെ ശമ്പളം മേടിച്ചാലും ഇവിടുത്തെ ഇന്ത്യൻ പ്രസിഡന്റോ അമേരിക്കൻ പ്രസിഡന്റോ ആയിട്ട് മാറിയാലും ഇതെല്ലാം വിട്ടേച്ച് നാം ഒരിക്കൽ കടന്നുപോയേ പറ്റുകയുള്ളൂ. നാം ഇവിടെ പരദേശികളാണ്. ഇവിടുത്തെ നേട്ടങ്ങൾ നിലനിൽക്കുന്നതല്ല, ഇവിടുത്തെ വാഗ്ദത്ത നിവൃത്തികൾ നിലനിൽക്കുന്നതല്ല. എന്തെല്ലാം നേടിയെടുത്താലും അതെല്ലാം ഉപേക്ഷിച്ച് നാം കടന്നുപോയേ മതിയാകുള്ളൂ. പ്രൈസ് ഗോഡ്. ഇത് മനസ്സിലായത് കൊണ്ടാ അവർക്ക് പ്രശ്നമില്ലാതിരുന്നത്. നമ്മളിന്നും വീടിനും പണത്തിനും വേണ്ടി കടന്ന് മല്ലടിക്കുന്നത് ഈ ദർശനം കണ്ണിനകത്ത് കയറിയിട്ടില്ലാത്തത് കൊണ്ടാ, ഈ ദർശനം നമുക്ക് ലഭിക്കാത്തത് കൊണ്ടാ. ഇന്ന് പകൽക്കാലം ദൈവവേദന നമ്മുടെ കണ്ണുകളെ ഉയർത്തി നമുക്ക് നോക്കാം. ആ നിത്യതയിലേക്ക് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ നിത്യതയിലേക്ക് നമുക്ക് നോക്കാം. ഇന്ന് പകൽക്കാലം നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് നിത്യത കാണുന്നവരായിട്ട് വളർത്തിയെടുക്കാം. നമ്മുടെ യൗവനക്കാരെ നമുക്ക് നിത്യതയുടെ ദർശനമുള്ളവരായിട്ട് വളർത്തിയെടുക്കാം. നമ്മുടെ സഹോദരങ്ങളെ നിത്യതയുടെ ദർശനമുള്ളവരായിട്ട് നമുക്ക് വളർത്തിയെടുക്കാം. ഈ ലോകത്തിൽ കോമ്പറ്റ് ചെയ്യാനായിട്ടല്ല, മത്സരിക്കാനായിട്ടല്ല നാം നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്. ഈ ലോകത്തിൽ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ടല്ല നാം അവരോട് പറയേണ്ടത്. പലപ്പോഴും നമ്മൾ അവരോട് പറയുന്നത് നീ പഠിച്ച് ജോലി ഉണ്ടാക്കി ശമ്പളം മേടിച്ച് എന്നൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അത് അവസാനിപ്പിച്ചിട്ട് അവർക്ക് സ്വർഗത്തെ കുറിച്ചൊരു ദർശനം കൊടുക്കുക. അവർ നിത്യതയെ കണ്ട് വളരട്ടെ.
ഒരു കർത്താവിന്റെ ദാസൻ താൻ പ്രസംഗിച്ചപ്പോൾ ഒരിക്കൽ പറഞ്ഞൊരു പ്രസ്താവന പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാം. അദ്ദേഹം പറഞ്ഞു, എങ്ങനെയാ നമ്മുടെ കുഞ്ഞുങ്ങള് അവര് IIT-യിൽ പോയി ടെക്ും എടുത്ത് ജർമ്മനിയിൽ പോയി PhD ചെയ്ത് ലണ്ടനിൽ പോയി ജോലിയും ചെയ്തിട്ടും നരകത്തിൽ പോവുകയാണെങ്കിൽ അതിനേക്കാൾ നല്ലത് ഇവിടെ മീൻ കച്ചവടം ചെയ്തിട്ടാണേലും സ്വർഗത്തിൽ ചെല്ലുന്നത് വലുത്. ഹല്ലേലൂയ. മറ്റെല്ലാം നഷ്ടപ്പെട്ടു പോകും, മറ്റെല്ലാം നഷ്ടപ്പെട്ടു പോകും. എന്നാൽ സ്വർഗത്തിൽ കാണപ്പെട്ടില്ലെങ്കിൽ ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ ഒരു പ്രയോജനവുമില്ല. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇവിടെ ഒന്നും നേടിയെടുത്തില്ലെങ്കിലും സ്വർഗത്തിൽ കാണാനായിട്ട് കഴിയണം. പ്രൈസ് ഗോഡ്. നിത്യത, അതാ നമ്മുടെ ദർശനം. അതിനു വേണ്ടിയാ നമ്മൾ ഇറങ്ങിയത്. അതിൻ്റെ ഇടയ്ക്ക് മണ്ണെ പ്രതി മാണിക്യം വെടിയരുത്, മണ്ണെ പ്രതി മാണിക്യം വെടിയരുത്. ഇവിടുത്തെ നൈമിഷികമായിട്ടുള്ള വെള്ളത്തിന്റെ കുമിള പോലത്തെ വിഷയങ്ങൾക്ക് വേണ്ടി നിന്റെ നിത്യത നഷ്ടപ്പെടുത്തി കളയരുത്. ഇവരെ സംബന്ധിച്ചിടത്തോളം വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതിരുന്നത് ഇവർക്കൊരു പ്രശ്നമായില്ല. കാരണം അവരുടെ കണ്ണുകൾ നിറയെ നിത്യതയായിരുന്നു. അപ്പൊ ഒന്നാമത് ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെ തളർത്തി കളയുന്ന ഒന്നാമത്തെ കാര്യം വാഗ്ദത്ത നിവൃത്തിക്കുള്ള താമസമാണ്. ലേഖന കർത്താവ് പറഞ്ഞു, ആ സാക്ഷികളെ നോക്കുക, അവർ അത് പ്രാപിച്ചില്ല, എന്നിട്ടും അവർ തളർന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? അവർ നിത്യതയെ കണ്ടു. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ പാത നിരപ്പാക്കുവാൻ, ഇപ്പോൾ മുടന്തുള്ളത് ഉളുക്കി പോകാതിരിക്കേണ്ടതിന് പാത നിരപ്പാക്കുവാൻ, വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ഇന്ന് പകൽക്കാലം കരയുന്ന വേദനിക്കുന്ന നീർന്ന മനസ്സുമായിട്ട് ഇവിടെ ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഇനിയും ആത്മീകമായിട്ട് താഴെ പോകാതിരിക്കേണ്ടതിന് അവിടെ നിന്ന് കണ്ണുകൾ ഉയർത്തി നിത്യതയിലേക്ക് നോക്ക്. അവിടെ നിനക്ക് വേണ്ട ദൈവം ഒരുക്കുന്ന ഒരു ഭവനമുണ്ട്, ഒരു പട്ടണമുണ്ട്. അതിന് നോക്കി യാത്ര ചെയ്യുക. ഇവിടെ ഒന്നും ലഭിച്ചില്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല, അതാ നമുക്ക് വലുത്. അപ്പം ഒന്നാമത്തെ കാര്യം അതാ. രണ്ടാമത് ഞാൻ മുമ്പോട്ടേക്ക് പോട്ടെ. 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം നമുക്ക് വായിക്കാം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവരെ ധ്യാനിച്ചു കൊള്ളുകയും പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. 2-ാം വാക്യം കൂടെ വായിക്കാമോ? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. രണ്ടാമത് നമ്മളെ ക്ഷീണിപ്പിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അപമാനവും കഷ്ടതയുമൊക്കെയാണ്. ഈ കോളേജിലൊക്കെ പഠിക്കുന്ന, സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന പിള്ളേർക്കറിയാം, ഇവന്മാർ പലപ്പോഴും പെന്തക്കോസ്തുകാർ അന്ന് പലപ്പോഴും എന്ത് ചെയ്യത്തില്ല, പറയത്തില്ല. എന്നാ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. കളിയാക്കും, പരിഹസിക്കും, ഒറ്റപ്പെടുത്തും. ഞാനൊക്കെ ഓർക്കുന്നു, എന്നെയൊക്കെ ഒത്തിരി കളിയാക്കിയിട്ടുണ്ട്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കാൻ വേണ്ടി ഫസ്റ്റ് ഇയർ എന്ന് കോളേജിൽ ചേർന്ന് കഴിഞ്ഞപ്പം അവന്മാരെല്ലാം കൂടെ, അപ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ എനിക്കൊരു പേരിട്ടു, ഗോഡെന്ന്, ദൈവമെന്ന്, അങ്ങനെ പേരിട്ടു. ഒരു വർഷം മുഴുവൻ അങ്ങനെയാണ് വിളിച്ചത്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയർ ആയി കഴിഞ്ഞപ്പോൾ അവരെനിക്ക് പ്രമോഷൻ തന്നു. അവരുടെ പേര് മാറ്റി സൂപ്പർ ഗോഡെന്നാക്കി, സൂപ്പർ ഗോഡാക്കി. അത് കഴിഞ്ഞ് 3-ാമത്തെ വർഷം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെയും പേര് മാറ്റി അന്തിക്രിസ്തു എന്നാക്കി. ആ വർഷം മുഴുവൻ പിന്നെ അങ്ങനെ വിളിച്ചത്. ഞാൻ അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ ഒരു ദിവസം ബത്തേരി ബസ് സ്റ്റാൻഡിൽ നിൽക്കുക. ബത്തേരി ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ പുറകിൽ നിന്നൊരു വിളി, എടാ അന്തിക്രിസ്തു എന്ന്. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ ഡിഗ്രിക്ക് 3rd ഇയർ പഠിക്കുമ്പം എന്നെ വിളിച്ചിരുന്ന പേരാ അത്. തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരുത്തനാണ് അവനിപ്പോഴും എന്നെ അങ്ങനെ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ പല പേരും ഒക്കെ എന്ത് ചെയ്യും, ഇവന്മാരെ നമ്മളെ വിളിക്കും. ചിലപ്പോൾ ഉപദേശിന്ന് വിളിക്കും, ചിലപ്പം എന്തെങ്കിലുമൊക്കെ വിളിച്ചെന്ന് വരും. അപ്പോൾ ഇതൊക്കെ കൂടെ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ആകപ്പെടെ വിഷമം. പിന്നെ നമ്മുടെ ആൻറ്റിമാരും അച്ഛന്മാരും ഒക്കെ ആണെങ്കിൽ അവർ പോകുമ്പം അല്ലേലൂയ പോകുന്നു, സ്വത്രക്കാരി പോകുന്നു, ഉപദേശി ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഒരു വിഷമം, ഒരു മടുപ്പ്. എന്നാലും ഇതിനകത്ത് ഒന്ന് പെട്ടുപോയല്ലോ അല്ലേ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മൊത്തം പെട്ടുപോയല്ലോ എന്നുള്ളൊരു ചിന്ത വരും. അപ്പം രണ്ടാമത്തെ മടുപ്പുണ്ടാക്കുന്ന കാര്യം ഈ അപമാനവും പിന്നെ കഷ്ടത, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ലേഖനകർത്താവ് പറഞ്ഞു, ഇതൊക്കെ വരുമ്പം നിങ്ങൾ ആരെ നോക്കണം? കർത്താവിനെ നോക്കണം. കർത്താവിൻ്റെ പ്രത്യേകത എന്തുവാ? അവൻ തനിക്ക് മുമ്പിൽ വച്ചിരുന്ന സന്തോഷമോർത്ത് അപമാനം. ഇപ്പം കർത്താവിൻ്റെ പ്രത്യേകത ഇതാണ്, അപമാനവും കഷ്ടതയും ഒക്കെ വന്നു കഴിഞ്ഞപ്പം
കർത്താവിന്റെ ശ്രദ്ധ മുഴുവൻ എവിടായിരുന്നു? വരുവാനിരിക്കുന്ന സന്തോഷമോർത്തപ്പം അവൻ ഇതെല്ലാം മാറ്റിവെച്ചെന്നാ പറഞ്ഞത്. നമ്മുടെ കുഴപ്പം എന്നാ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഫുൾ ശ്രദ്ധ എവിടെ ആയിരിക്കും? ഈ കഷ്ടതയ്ക്കകത്തും അപമാനത്തിനകത്തുമായിരിക്കും നമ്മുടെ ഫുൾ ശ്രദ്ധ. പക്ഷേ കർത്താവിന്റെ പ്രത്യേകത, അവൻ ശ്രദ്ധിച്ചത് അതല്ലായിരുന്നു. കഷ്ടതയും പ്രയാസവും അപമാനവും ക്രൂസിൽ കിടക്കുമ്പോഴും അവന്റെ കണ്ണുകൾക്കകത്ത് നിറഞ്ഞുന്നത് വരുവാനിരിക്കുന്ന ഒരു സന്തോഷമായിരുന്നു. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, കഷ്ടതയുടെ നടുവിൽ നിൽക്കുമ്പോൾ ഉളുക്കി പോകാതിരിക്കണമെങ്കിൽ, ക്ഷീണിച്ചു പോകാതിരിക്കണമെങ്കിൽ കഷ്ടതയിൽ നിന്ന് കണ്ണുകൾ ഉയർത്തി ഹല്ലേലൂയ വരുവാനുള്ള ആ സന്തോഷത്തെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഇതൊന്നും സാരമില്ലെന്ന്. അതുകൊണ്ടാ പൗലോസ് ഒരിക്കൽ പറഞ്ഞത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നെന്ന്. ഞാൻ പലപ്പോഴും അത് പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയാറുള്ള ഒരു ഉദാഹരണമുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയില്ലാതെ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾ സങ്കല്പിക്കുക. ഈ ചെറുപ്പക്കാരനെ ഇപ്പം സപ്പോസ് എനിക്ക് പേരറിയാവുന്ന എൻ്റെ ടിബിൻ ആയതുകൊണ്ട് ഞാൻ ടിബിനെ തന്നെ എടുക്കാൻ പോവുക, വേറെ ആരുടെയും പേരറിയത്തില്ല, ടിബിനാണെന്ന് വിചാരിച്ചോ. അപ്പം ഞാനൊരു ദിവസം ടിബിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ മോനെ, രാത്രിയാണ്, നല്ല രാത്രി, നല്ല മഴയൊക്കെ ഉള്ള നല്ലൊരു രാത്രി. അപ്പം ഇവിടെ വണ്ടിയൊക്കെ അവസാനത്തെ ബസ്സെല്ലാം തീർന്നു. അപ്പം രാത്രി ഞാൻ ഒരു 10 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ടിബിനെ വിളിച്ചിട്ട് പറയാം, മോനെ ഒരു കവർ ഞാൻ തരാം, അത് അങ്ങ് അടിമാലിയെ കൊണ്ടുപോയിട്ട് ഇന്ന വീട്ടിൽ കൊണ്ടുപോയി അത്യാവശ്യമായിട്ട് ഈ കവറിന് കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടിയെല്ലാം പോയി, രാത്രിയാണ്, വേറെ വഴിയൊന്നുമില്ല, ഭയങ്കര മഴയും. അപ്പോൾ ടിബിൻ എന്നോട് എന്നാ ചോദിക്കും, പക്ഷേ ഇപ്പം രാത്രി തന്നെ കൊണ്ട് കൊടുക്കണോ അതോ രാവിലെ? ഞാൻ പറയാം പറ്റത്തില്ല, ഇപ്പം രാത്രി തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവനെ നിർബന്ധിച്ച് ആ മഴയത്തേക്ക് ഇറക്കി വിടുക. ടിബിൻ എങ്ങനെ ആയിരിക്കും പോകുന്നത്? ആ പരസ്യമായിട്ട് പറയാൻ പറ്റിയല്ലേ? എന്നെ പ്രാഗിയും ശപിച്ചൊക്കെ ആയിരിക്കും. എന്നാലും ഈ മോദേശിക്ക് എന്നെ രാത്രി ഇറക്കി വിടാൻ തോന്നിയല്ലോ എന്ന് ചോദിച്ചു പ്രാഗിയൊക്കെ ആയിരിക്കും പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് കൊച്ചനൊരു ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. ഒരു കുഴി ചെന്ന് ചാടിക്കഴിഞ്ഞപ്പോൾ ആ ചെരുപ്പ് പൊട്ടി. ചെരുപ്പ് പൊട്ടി കഴിയുമ്പോൾ എന്നാ പറയും, ആശം പിടിച്ച ഒരു ഉപദേശി എന്നെ പാരാത്രി ഇറക്കി വിട്ടു, എൻ്റെ ചെരുപ്പും പോയി. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ പോയി കഴിഞ്ഞപ്പോൾ വേറൊരു കുഴി ചെന്ന് ചാടി കാലിലൊരു മുറിയായി. അപ്പം എന്നാ പറയും, പിന്നെ അരിശം കൂടിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയാ പോകുന്നത്. എന്നാൽ ഞാൻ ആ കൊച്ചിനെ വിളിച്ച് കവർ കൊടുക്കുന്ന നേരത്തെ ഞാൻ ഇങ്ങനെയും കൂടെ പറയാമെന്ന് വെച്ചോ, എടാ മോനെ സോറി, ഞാൻ നേരത്തെ പറയുന്നത് വിചാരിച്ചാൽ മറന്നുപോയി, നിനക്ക് കുവൈറ്റിലൊരു ജോലി ശരിയായിട്ടുണ്ട്, അതിൻ്റെ പേപ്പറെല്ലാം അവിടെ ഉണ്ട്, അത് രാത്രി പോയി മേടിച്ചിട്ട് നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് നീ അങ്ങോട്ട് പോകണം, കുവൈറ്റിലേക്ക് പോകണം എന്നൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ടിബിൻ്റെ മനസ്സെന്തായിരിക്കും? അപ്പം ഞാൻ ചോദിക്കാം, ടിബിനെ രാത്രി പോകാൻ പ്രയാസം? ഞാൻ പോവാം, എന്നെ ഉഷാറാൻ നോക്കിയേ. എന്നിട്ട് അവൻ എങ്ങനെയാ പോകുന്നേ? എന്താ അതിശയമേ. അപ്പോൾ ഓക്കെ ഉണ്ടാ തന്നെ അറിയാം. എന്നിട്ട് ഓക്കെ, ആദ്യത്തെ കുഴി വീണു, കാലിലൊരു മുറിയായി, എന്നാ പറയും? അടുത്ത കുഴി ചാടി ചെരുപ്പ് പൊട്ടി, എന്നാ പറയും? ഇത് 10-200 രൂപയുടെ ചെരുപ്പ്. അപ്പോൾ ഞാൻ നാളെ എവിടെ ഇരിക്കാൻ പോവാ? കുവൈറ്റിലിരിക്കാൻ പോവാ. കണ്ടോ മനോഭാവം കണ്ടോ മാറിയത്? എന്നാ പറ്റിയേ? അപ്പം മുമ്പിലൊരു ഇതാ വിഷയം. ഇതാ കർത്താവിനെ കുറിച്ച് പറയുന്നത്. അവനാ മുമ്പിലെ സന്തോഷം ഓർത്ത് കഴിഞ്ഞപ്പം ഇതൊക്കെ അവന് ഒന്നും അല്ലെന്നായിത്തീർന്നു. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിക്കുമ്പോൾ ഈ കാലത്തിലെ കഷ്ടങ്ങൾ, പ്രിയമുള്ളവരെ, കഷ്ടതയുടെ നടുവിലും പ്രയാസത്തിന്റെ നടുവിലും ഭാരത്തിന്റെ നടുവിലും ബുദ്ധിമുട്ടുകളുടെ നടുവിലും ഒക്കെ നിൽക്കുമ്പോഴും നമ്മുടെ ദർശനം മാറിപ്പോകരുത്, നമ്മുടെ കാഴ്ചപ്പാട് മാറിപ്പോകരുത്. നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് നിത്യ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ടാണ്. നമ്മുടെ കർത്താവ് അവൻ നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ദിവസമുണ്ട്. അത് നോക്കിയായിരിക്കണം നാം യാത്ര ചെയ്യുന്നത്. നമ്മള് ഇയ്യോബിനെ കുറിച്ച് പഠിക്കുമ്പോൾ എനിക്ക് ആ മനുഷ്യനെ ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ആ ചരിത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് ഓടി അയ്യോബിൻ്റെ പുസ്തകത്തിനകത്തേക്ക് ഒരു ഭാഗത്തേക്ക് ഒന്ന് കയറിയിട്ട് നമുക്ക് മടങ്ങി വരാം. അയ്യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം ഒന്ന് എടുക്കാമോ? 19-ാം അധ്യായം എടുത്തിട്ട് അതിൻ്റെ 14-ാം വാക്യം തൊട്ടൊന്ന് വെച്ച് പെട്ടെന്ന് വായിക്കാം, ഞാൻ വിശദീകരിക്കുന്നില്ല. എൻ്റെ ഉറ്റ സ്നേഹിതന്മാർ എന്നെ മറന്നു കളഞ്ഞു, എൻ്റെ വീട്ടിൽ പാർക്കുന്നവരും എൻ്റെ ദാസികളും എന്നെ അന്യനായി എണ്ണുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാർക്കൊന്നും ഇപ്പൊ എന്നെ വേണ്ട. ദാസനെ വിളിച്ചു. പണ്ടൊക്കെ ആണെങ്കിൽ വിളിക്കേണ്ട താമസമുള്ളൂ, അടിയെന്നും പറഞ്ഞ് മുമ്പേ ഒന്ന് വെക്കായിരുന്നു. ഇപ്പൊ വിളിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, കേൾക്കുന്ന പോലും ഇല്ല. ഇതുവരെ കൽപ്പിച്ചാൽ മതിയായിരുന്നു, ഇപ്പൊ എന്ത് ചെയ്യേണ്ടി വരുന്നു? യാചിക്കേണ്ടി വരുന്നു. ഭാര്യയ്ക്ക് അസഹ്യവും
എന്റെ ഉടപ്പിറന്നവർക്ക് അറപ്പുമായിരിക്കുന്നു. പിള്ളാരും എന്നെ നിരസിക്കുന്നു. പിള്ളേര് പോലും എന്നെ ഇതുവരെ അവിടുത്തെ പ്രധാനിയായിരുന്നു, എല്ലാവരും വണങ്ങുമായിരുന്നു. ഇപ്പൊ പിള്ളേര് വരെ അവനെ എന്ത് ചെയ്യാ? ഞാൻ പറഞ്ഞത് ഞാനത് മുഴുവൻ വായിക്കുന്നില്ല. അപ്പം അവൻ്റെ ജീവിതത്തിലെ ആ കഷ്ടതയുടെ കഠിനമായിട്ടുള്ള അവസ്ഥയാ ഇയ്യോബ് അവിടെ പറഞ്ഞു വരുന്നത്. പക്ഷെ എനിക്ക് ഇയ്യോബിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയ്യോബ് അത് പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. അവൻ താഴേക്ക് വരുമ്പം നിങ്ങളതിൻ്റെ 25 26 വാക്യം 25 തൊട്ടൊന്ന് വായിച്ച്. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. യോബ് പറയുക, എൻ്റെ ജീവിതത്തിൽ ഇത്രയും കഷ്ടതയുണ്ട്, ഇത്രയും പ്രയാസമുണ്ട്. ഇതെല്ലാം ശരിയാണെങ്കിലും ഇതിനപ്പുറത്ത് എനിക്കൊരറിവുണ്ട്. എന്നെ വീണ്ടെടുക്കുന്ന ഒരുത്തനുണ്ട്, അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല അവൻ ഒരു ദിവസം പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. അടുത്ത വാക്യം വായിക്കാം. എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി അവനെ കാണും. അന്യനല്ല, എന്റെ സ്വന്തം കണ്ണാൽ തന്നെ ഞാൻ അവനെ കാണും. ഹല്ലേലൂയ. കഷ്ടതയുടെ നടുവിൽ നിൽക്കുമ്പോഴും പ്രയാസത്തിന് നടുവിൽ നിൽക്കുമ്പോഴും എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോഴും ഇയ്യോബിന്റെ ദർശനം മാറിയില്ല. അവൻ പറഞ്ഞു, ഇതിന്റെ നടുവിലും എനിക്കൊരു കാര്യം അറിയാം, എന്നെ വീണ്ടെടുക്കുന്ന ഒരുത്തനുണ്ട്, അവൻ ജീവിച്ചിരിക്കുന്നു, അവൻ ഒരു ദിവസം പൊടിമേൽ നിൽക്കും, അന്ന് എന്റെ കണ്ണ് തന്നെ അവനെ കാണും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ, പ്രയാസത്തിന്റെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ, ഭാരത്തിന്റെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ദൈവവൈതലേ, നീ മറക്കരുത്, ഒരു നാൾ നിന്റെ പ്രാണപ്രിയനെ നീ മുഖാമുഖമായി കാണുന്ന ഒരു ദിവസമുണ്ട്. അവൻ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെയും തുടച്ചു കളയും. അവൻ നിന്റെ ആ നിത്യതയിലേക്ക് കരം പിടിച്ച് നടത്തുന്ന ഒരു ദിവസമുണ്ട്. നിത്യാനന്ദം നിന്റെ തലമേൽ വർഷിച്ചു തന്ന് സന്തോഷത്തോടെ അവൻ നിന്നെ നിത്യതയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദിവസമുണ്ട്. പ്രൈസ് ഗോഡ്. യേശുവിനെ കുറിച്ച് നമ്മൾ വായിച്ചതാ. മുമ്പിൽ വച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം എന്ത് ചെയ്തു? അലക്ഷ്യമാക്കി. എന്നിട്ട് ആ വാക്യത്തിന്റെ അവസാനം എന്നാ പറഞ്ഞേ? അലക്ഷ്യമാക്കി ക്രൂസിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ എന്ന് വെച്ചാല് അവൻ മുമ്പേ കണ്ട ആ സന്തോഷം അത് വ്യർത്ഥമായി പോയില്ല, അവന്റെ ജീവിതത്തിൽ അത് നിവർത്തീകരിച്ചു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമല്ലേ, നിന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നുവെന്നും അവൻ ഒരു ദിവസം പൊടിമേൽ നിൽക്കുമെന്നും അവൻ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെയും തുടച്ചു കളയുമെന്നും പിന്നെ മുറവിളിയും ദുഃഖവും കണ്ണുനീരും മൃത്യുവും ഉണ്ടാവുകയില്ലെന്നും ഉള്ള നിന്റെ പ്രത്യാശ അതൊരിക്കലും ഭംഗം വരത്തില്ല. അതെന്റെ കർത്താവ് നിവർത്തീകരിക്കുന്നവനാണ്. കാരണം അത് കർത്താവ് വാഗ്ദത്തം ചെയ്തതായതുകൊണ്ട് അവനത് നിവർത്തീകരിക്കുന്നവനാണ്. കഷ്ടതയുടെ നടുവിൽ ഉളുക്കിപ്പോകാതെ, മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ പാത നിരത്തേണ്ടത് മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷം ഓർക്കണം. എങ്ങോട്ടാ കർത്താവ് കൊണ്ടുപോകുന്നതെന്ന് ഓർക്കണം. മറക്കരുത്. എനിക്ക് അവിടെയൊക്കെ ഒത്തിരി നിൽക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിലും എനിക്ക് വീട്ടിൽ പോകേണ്ടതുണ്ട്. ഞാൻ ആ ഭാഗത്ത് നിന്ന് പിന്നെ മുമ്പോട്ടേക്ക് പോകുക. ഒരു കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. കർത്താവിന്റെ ശിക്ഷ എന്ത് ചെയ്യരുത്? നിരസിക്കരുത്. അപ്പൊ അടുത്തൊരു പ്രശ്നം മുഷിച്ചിലുണ്ടാവുന്ന എപ്പോഴാ? കർത്താവ് ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ്. കർത്താവ് നമ്മളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തുവാ? അതിൻ്റെ താഴെ പറയുന്നുണ്ട്, മക്കളെങ്കിൽ എന്ത് ചെയ്യും? അവൻ ശിക്ഷിക്കും. ശിക്ഷ കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം കവലയുടെ എന്ന് പറഞ്ഞാൽ എന്തുവാ എന്ന് വെച്ചാൽ പച്ച മലയാളത്തിൽ പറഞ്ഞ അപ്പനില്ലാത്തവൻ, തന്തയ്ക്ക് പിറക്കാത്തവൻ. നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണെങ്കിൽ, ദൈവം നമ്മുടെ പിതാവാണെങ്കിൽ അവൻ നമ്മെ എന്ത് ചെയ്തിരിക്കും? ശിക്ഷിച്ചിരിക്കും. എന്തിനാ ശിക്ഷിക്കുന്നത്? തല്ലിക്കൊല്ലാനല്ല, പിന്നെ നമ്മെ തിരിച്ചു കൊണ്ടുവരാനായിട്ട്. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ അതിൻ്റെ 6-ാം വാക്യം ഒന്ന് വെച്ച്, ഈ ശിക്ഷ ലഭിക്കുമ്പോൾ ഓർത്തോണം, കർത്താവ് ആരെയാ ശിക്ഷിക്കുന്നത്? സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നത്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് നമ്മളെ ഒരു കർത്താവ് എന്തോ വൈരാഗ്യം ഉള്ളതുകൊണ്ടാണ് കർത്താവ് നമ്മളെ ശിക്ഷിക്കുന്നതെന്ന്. അല്ല, സ്നേഹിക്കുന്നുണ്ട്. താഴേക്ക് വരുമ്പം അവിടെ പറയുന്നുണ്ട്, ഞാനൊന്നും വായിക്കാൻ സമയം എടുക്കുന്നില്ല, അവിടെ പറഞ്ഞു, ഈ ഭൂമിയിൽ നിങ്ങളുടെ പിതാക്കന്മാർ ശിക്ഷിച്ചത് അവർക്ക് ബോധിച്ച പോലെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മക്കളെ ശിക്ഷിക്കുന്നത് എങ്ങനെയാ?
അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തോന്നുന്നതല്ല അല്ലേ? അപ്പം കയ്യിൽ എന്ത് കിട്ടുന്നു അത് വെച്ച് വീക്കുക എന്നുള്ളത്. തവിയായാലും കൊള്ളാം, ചട്ടുകായാലും കൊള്ളാം. നമ്മുടെ ദേഷ്യത്തിൻ്റെ ഡിഗ്രി കൂടുന്നതിനനുസരിച്ച്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മൾ പലപ്പോഴും പിള്ളേരെ തല്ലുന്ന എന്തിനാ? നമ്മുടെ ദേഷ്യം തീർക്കാനാണ്. അവരോട് നുണയാണ് പറയുന്നത്, അവർ നന്നാവാൻ വേണ്ടിയിട്ടാണ്. മക്കളെ, നിങ്ങളാരും കേട്ടില്ലോ? ഇല്ല. സ്വത്രം. എന്നാൽ കർത്താവ് അങ്ങനെയല്ല ശിക്ഷിക്കുന്നത്. കർത്താവ് എങ്ങനെയാണ് ശിക്ഷിക്കുന്നതെന്നറിയാമോ? ഞാൻ ഒരു കാര്യം പറഞ്ഞ് മുമ്പോട്ടേക്ക് പോകാം. ഈ കർത്തൃമേശയെക്കുറിച്ച് പൗലോസ് എഴുതി വരുമ്പം കൊരിന്ത്യലേഖനം 11-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, അയോഗ്യമായിട്ട് അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ശിക്ഷാവിധിയാണെന്ന് പറഞ്ഞിട്ട് പറയുക. ഇത് ഹേതുവായിട്ട് നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും വന്നു, അനേകരും. അപ്പം ആദ്യം എന്തുവാ? ബലഹീനത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ? രോഗമല്ല, ബലഹീനരും രോഗികളും. അത് രണ്ടും രണ്ടാ. അപ്പോൾ ബലഹീനത എന്ന് പറഞ്ഞാൽ പക്ഷേ എന്നാന്നറിയത്തില്ല, ഭയങ്കര ക്ഷീണം. ഈയിടെയിട്ട് ഭയങ്കര ക്ഷീണം. എന്നാന്നറിയത്തില്ല. അതാ പ്രശ്നം. ഈ എന്നാന്നറിയത്തില്ല എന്നുള്ളതാണ് ഇതിനകത്തെ വിഷയം. എന്നാന്നറിയാമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്നാന്നറിയത്തില്ലാതെ വരുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം, എന്നാന്നുള്ളത് ചിന്തിക്കണം. അപ്പം എന്നാന്നറിയത്തില്ല, ഭയങ്കര ക്ഷീണം. ഞാൻ പറഞ്ഞ എല്ലാ ക്ഷീണമൊന്നും കർത്തൃമേശ അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിച്ചേക്കല്ലേ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. പക്ഷെ ഞാൻ ആ വാക്യം വിശദീകരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര ക്ഷീണം. ഇവൻ ചിന്തിച്ച് മാനസാന്തരപ്പെടണ്ടേ? മാനസാന്തരപ്പെടുകയല്ല. അത് കഴിഞ്ഞ് പിന്നെയും അയോഗ്യമായിട്ട് ഇതിങ്ങനെ തിന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പായി എന്താ? രോഗമായി. ഇപ്പോൾ ഡോക്ടർമാരത്തൊക്കെ ചെല്ലുന്നു, എല്ലാവരും നോക്കിയിട്ട് പറയുന്നു അച്ചായൻ ഒരു രോഗവും ഇല്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അച്ചായൻ എന്തേ ഉള്ളൂ, അല്ലെങ്കിൽ ആൻറ്റിക്ക് രോഗം ഉള്ളൂ. രോഗമായി. കുറെ കൂടെ കഴിഞ്ഞു കഴിഞ്ഞപ്പം എന്നിട്ടും മാനസാന്തരപ്പെടാതെ പിന്നെയും മുമ്പോട്ടേക്ക് പോയി കഴിയുമ്പം തമ്പുരാൻ അവസാനം പറയും, മോൻ്റെ കാര്യം ചെയ്യേ, ഇങ്ങ് പോരാൻ പറയും. ഒരു കാര്യം പറയാം, പാപം കൊണ്ട് നമുക്ക് കുഞ്ഞ് കളിക്കാനായിട്ട് പറ്റിയല്ല. ഞാൻ IPC-യിലൊരു പാസ്റ്റർ TG ഉമ്മച്ചൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം പറഞ്ഞ ഒരു സംഭവം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടതാണ്. അദ്ദേഹത്തിൽ നിന്നല്ല, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഞാൻ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കേട്ടതാ. അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹത്തോടു കൂടെ കർത്താവിൻ്റെ വേല ചെയ്തിരുന്ന ഒരു കർത്താവിൻ ദാസിനെ കുറിച്ച് താൻ പറഞ്ഞ ഒരു അനുഭവമുണ്ട്. അദ്ദേഹം വളരെ കഴിവുള്ള, വളരെ നന്നായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ഒരു കർത്താവിൻ ദാസനാണ്. TG ഉമ്മച്ചപ്പച്ചൻ എന്ന് പറഞ്ഞത് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നെക്കാൾ ശ്രേഷ്ഠമായിട്ട് കർത്താവിൻ്റെ വേലയിൽ പ്രയോജനപ്പെടുമായിരുന്നു. അദ്ദേഹം വളരെ ശക്തമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്ത് 2 സഭകളുടെ ചാർജ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു സഭയിൽ രാവിലെയും മറ്റേ അടുത്ത സഭയിൽ ഉച്ച കഴിഞ്ഞിട്ടും. അങ്ങനെ ഒരു ദിവസം ഞായറാഴ്ച രാവിലെ സഭായോഗം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം വിശ്രമിച്ചിട്ട് ഉച്ച കഴിഞ്ഞത്തെ സഭായോഗം നടത്താനായിട്ട് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി. അദ്ദേഹം വീട്ടിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങുന്നത് കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പഴയ സ്റ്റെപ്പ് ഉണ്ടല്ലോ, അങ്ങനത്തെ സ്റ്റെപ്പ് ഇറങ്ങിയാണ് വരുന്നത്. അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ ഈ കല്ലിൻ്റെ ഇടയ്ക്ക് നല്ലൊരു പാമ്പിരുന്നു. ഈ പാസ്റ്ററെ കടിച്ചു കഴിഞ്ഞാൽ ചെയ്യാവുന്ന ചികിത്സ എല്ലാം ചെയ്തു, ഒരു രക്ഷയില്ല, രക്ഷപ്പെടുകയില്ലെന്നായി. അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുവന്നു. മരണാസന്നായിട്ട് അദ്ദേഹം കിടക്കുമ്പം അദ്ദേഹം തൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് അവിടെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, എടേ നീ എന്നോട് ക്ഷമിക്കണം. ഇത്രയും കാലം ഞാൻ നിന്നോട് അവിശ്വസ്തനായിട്ടാണ് ജീവിച്ചത്. എൻ്റെ ദൈവം എന്നോട് പല പ്രാവശ്യം പറഞ്ഞു അത് ഉപേക്ഷിക്കാനായിട്ട്, പക്ഷെ ഞാൻ ഉപേക്ഷിച്ചില്ല. ദൈവം തന്ന ശിക്ഷയായത്. ഞാൻ പറഞ്ഞത്, പാപം കൊണ്ട് നമുക്ക് കുഞ്ഞു കളിക്കാനായിട്ട് കഴിയത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നമ്മെ പിടിച്ചിരിക്കും. കാരണം നാം അവൻ്റെ മക്കളാണ്. എന്നാൽ അവൻ പിടിക്കുമ്പോഴും നമ്മൾ മറക്കരുത്, അവൻ നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവൻ ശിക്ഷിക്കുന്നത്. ദൈവം നമ്മെ ശിക്ഷിക്കുമ്പോൾ, ദൈവം നമ്മെ ശാസിക്കുമ്പോൾ ദൈവത്തെ മറക്കരുത്, ദൈവത്തെ വെറുക്കരുത്. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഒരു കുഴപ്പമുണ്ട്, ഇവന്മാരെ ഒന്നും പറയാൻ പറ്റിയല്ല. എന്തായാലും കുരുത്തക്കേട് കാണിച്ച് പിടിച്ച് 2 തല്ലി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ഇവന്മാർ പറയും ഞാൻ ഒന്നെച്ചാവും. ഇവിടുത്തെ പിള്ളേർ അങ്ങനെ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ പിള്ളേർ പറയും ഞാൻ പോവുക, സത്വമൊന്നുമല്ല, അത് ഇവിടുത്തെ പിള്ളേരായിരിക്കും പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ പിള്ളേർ പറയുന്നത് ഞാൻ പോവുക. എങ്ങോട്ട്? വീട്ടിൽ നിന്ന് വിട്ടു പോവുക. അതാ പറയുന്നത്. എങ്ങോട്ടാ പോകുന്നത്? പോവുക. പലപ്പോഴും നമ്മളും അങ്ങനെ. ദൈവം തമ്പുരാൻ നമ്മളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേ നമ്മൾ പറയും എന്നാ പിന്നെ ഞാൻ എന്ത് ചെയ്യാ? പോവുക.
പോകരുത്. കാരണം ഹല്ലേലൂയ. കാരണം സ്തോത്രം, സ്തോത്രം. അതിൻ്റെ താഴേക്ക് വരുമ്പോൾ അതിൻ്റെ 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അതുകൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറും. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറും. ഞങ്ങളുടെ ഒരു വർക്കേഴ്സ് മീറ്റിങ്ങിന് ഞാൻ ഈ ഭാഗം സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ഈ വാക്യം വായിച്ചു വെച്ച ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളെ പിടിച്ച് 2 അടി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എന്നാ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞപ്പം ഞങ്ങളുടെ ഒരു പാസ്റ്റർ ഭാര്യ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു 2 ലഡു തരുമെന്ന്. 2 ലഡു തരുമെന്ന്. ശരിയാ. പിടിച്ച് 2 തല്ലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാലും കുറച്ച് നേരത്തേക്ക് എന്ത് കാണത്തുള്ളൂ? അത് കാണത്തുള്ളൂ. കുറച്ച് കഴിയുമ്പോഴേക്ക് തല്ലൊക്കെ കഴിഞ്ഞ് പണക്കമെല്ലാം കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ചെറുക്കൻ എവിടെ കാണും? അപ്പൻ്റെ തോളത്ത് കാണും. എന്ന് വെച്ചാൽ കർത്താവ് ബാലശിക്ഷ കഴിക്കുമ്പോൾ ഓടിപ്പോകരുത്. അത് സഹിച്ചാൽ അപ്പൻ മക്കളോട് പെരുമാറുന്നത് പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നിങ്ങളെ വാരി വീണ്ടും അവൻ്റെ തോളത്ത് വയ്ക്കുമെന്ന്, അവൻ നിങ്ങളെ വീണ്ടും സ്നേഹിച്ച് അവൻ നിങ്ങളെ കൊണ്ട് നടക്കുമെന്ന്, അവൻ നിങ്ങളെ ഒരിക്കലും തള്ളിക്കളയത്തില്ലെന്ന് അതായ പ്രലേഖന കർത്താവോട് പറയുന്നത് മനസ്സിലാക്കണം. ഞാൻ നിർത്തട്ടെ. നമ്മൾ വായിച്ച വാക്യം ഇതാണ്: മുടന്തുള്ളത് ഉളുക്കിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളുടെ പാത നിരപ്പാക്കുവിൻ. വാഗ്ദത്ത നിവൃത്തി താമസിക്കുന്നതിൻ്റെ പേരിൽ, പ്രാപിക്കാതിരിക്കുന്നതിൻ്റെ പേരിൽ ആത്മീകമായി നാം ക്ഷീണിച്ചിരിക്കുന്നുവെങ്കിൽ നമുക്ക് മുമ്പിൽ സാക്ഷികളുടെ ഒരു വലിയ സമൂഹമുണ്ട്. വിശ്വാസത്താൽ സാക്ഷ്യം പ്രാപിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാത്തവർ, അവർ നിത്യതയെ കണ്ടതുകൊണ്ട് ഇതൊന്നും വേണ്ടെന്ന് വെച്ചവർ മുൻപോട്ടേക്ക് പോയി. കഷ്ടതയും അപമാനവും നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മുമ്പിൽ നമ്മുടെ കർത്താവുണ്ട്. തനിക്ക് മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അതെല്ലാം അലക്ഷ്യമായി കളഞ്ഞവൻ. നമ്മുടെ മുമ്പിലും ഒരു സന്തോഷം അവൻ വച്ചിട്ടുണ്ട്. ഒരു നാൾ അവൻ നമ്മുടെ കണ്ണുനീർ തുടച്ച് ആ നിത്യ സന്തോഷത്തിലേക്ക് അവൻ നമ്മെ സ്വീകരിക്കും. കർത്താവ് നമ്മെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യുമ്പോൾ മുഷിഞ്ഞു പോകരുത്. അവൻ നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട് നാം നീതീകരിക്കപ്പെടേണ്ട നീതി എന്ന ഫലം പ്രാപിക്കേണ്ടതിനായിട്ടാണ് അവൻ അത് ചെയ്യുന്നത്. അത് സഹിച്ചു കഴിഞ്ഞാൽ അവൻ മക്കളെ പോലെ അവൻ നമ്മെ കോരിയെടുത്ത് വീണ്ടും അവൻ്റെ തോളിൽ വയ്ക്കും. അതുകൊണ്ട് എബ്രായലേഖന കർത്താവ് പറയുക, തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ വചനത്തിന് ബലൽപ്പസമയം നാം ആയിരുന്നു. ദൈവത്തിൻ്റെ വചനം നാം ചിന്തിച്ചു. തളർന്ന കൈകളും കുഴഞ്ഞ മുഴങ്കാലുകളും നിവർത്തുവിൻ. നമ്മുടെ ആത്മീക ജീവിതത്തിൽ തളർന്നും കുഴഞ്ഞും ക്ഷീണിച്ചുമാണോ നാം ആയിരിക്കുന്നത്? ഇന്ന് പകൽ നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ പ്രയോജനമില്ലാത്തവരായിട്ടായിരിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരല്ല. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട്. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. അതിനായിട്ട് നമ്മെ സമർപ്പിക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.